VKF-ന്റെ ഒരു സ്ഥിരം പ്രേക്ഷകനും കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ വൈവിധ്യവും കഴിഞ്ഞതിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ ആയിക്കൊണ്ടുള്ള വൈവിധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടത്തുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കേരളത്തിൽ ധാരാളം ക്യാമ്പസുകളും വിദ്യാഭ്യാസ രീതികളും മെത്തേഡുകളൊക്കെ ഉണ്ട്. എന്നാൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ വൈവിധ്യമായ പ്രകൃതി രമണീയമായ ചിന്തനീയമായ ഓരോ സ്റ്റെപ്പുകളും വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരണം, അനുഭവിക്കണം എന്ന് തോന്നും. ഇവിടുത്തെ കുട്ടികൾ വളരെ പ്രൊഡക്റ്റീവ് മൈൻഡാണ് എന്ന് ഇതിലെ ഓരോ സ്റ്റെപ്പുകളും ഓരോ വേദികളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഓരോ സെഷനിലും അവിടുത്തെ വിഷയങ്ങളും അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും ചൂസ് ചെയ്ത വ്യക്തികളെയും നോക്കുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ആ വിഷയത്തിൽ പ്രതിഭകളായ അല്ലെങ്കിൽ നിപുണരായ ആളുകളാണ്. ഒരു വിഷയം അതെല്ലാം കഴിഞ്ഞിട്ട് സദസ്സിന് അവസരം തരും. ആ ചോദ്യങ്ങൾക്കെല്ലാം സംതൃപ്തമാകുന്ന രീതിയിലുള്ള വൈജ്ഞാനിക മറുപടികൾ, ആധികാരികമായ മറുപടികളും കിട്ടും. അതുകൊണ്ട് തന്നെ മാക്സിമം ഈ അവസരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഓരോ വർഷവും ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്തരം അതായത് നമ്മുടെ ചിന്താപരമായിട്ട് ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമെന്ന് എപ്പോഴും വലുതായി തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്. ബുഹാരി എങ്ങനെയാണ് ഈ രീതിയിൽ ഉയരുന്നത് എന്ന്, അതിൻ്റെ രഹസ്യം എന്താണെന്ന് പോലും എനിക്ക് വേണ്ട വിധം മനസ്സിലാകുന്നില്ല. ആരാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് പോലും പലപ്പോഴും ചിന്തിച്ചു പോകും. എല്ലാവരും തന്നെയാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം. കാരണം എല്ലാവരും കൂടി ഓരോ ഭാഗത്തുള്ള ആളുകളുടെയും ചിന്തയും പ്രവർത്തനവും തന്നെയാണ് ബുഹാരി ഈ രീതിയിൽ ഉയരാനുള്ള കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക്സ്.